രാത്രി കിടക്കാൻ നേരമാണ് നരേന്ദ്രൻ പിന്നെ നീരജയെക്കുറിച്ച് ഓർക്കുന്നത്. നീരജയെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടല്ലേ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് വന്നത്. അതിൽ പിന്നെ നീരജയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരറിവില്ല. അന്നേരത്തെ വെപ്രാളത്തിൽ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് ഗോൾഡൊക്കെ വിറ്റുപിറക്കി ബാക്കി ക്യാഷൊക്കെ കൂടി ചേർത്ത് വെക്കാനുള്ള ഓട്ടത്തിലായിരുന്നത് കൊണ്ട് അക്കാര്യം പിന്നെ അയാളും പറഞ്ഞു. ആ അടിയിൽ കാര്യമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ ഭയന്നു. കേസ് ഏകദേശം ഒത്തുതീർപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന ധൈര്യത്തിൽ അയാൾ പുതിയൊരു സിം എടുത്ത് നീരജയെ വിളിച്ചു നോക്കി. ആദ്യമൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യാതെ വന്നതും നരേന്ദ്രൻ ശരിക്കും ഭയന്നു. അയാളുടെ കൈകാലുകൾ വിറച്ചു, കണ്ണുകൾ നീറി. ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ ഒടുവിൽ ആ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. നീരു. ആശ്വാസമാണോ സങ്കടമാണോന്ന് അറിയില്ല. നരേന്ദ്രൻ്റെ സ്വരം നീരജയുടെ കാതിൽ പതിഞ്ഞു. നരേട്ടാ. മറ്റെല്ലാം മറന്ന് നീരജ പൊട്ടിക്കരഞ്ഞു. നരേന്ദ്രൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി പിട്ടി. നീരു, എന്താ താനെ നിനക്ക് അറിയുന്ന നീരു? അയാൾ വെപ്രാളപ്പെട്ടു. നരേട്ട, നമ്മുടെ മോള്, നമ്മുടെ നിളക്ക്. അവര് വിങ്ങിപ്പൊട്ടി. നരേന്ദ്രൻ നെഞ്ചിടിപ്പ് ഉയർന്നു. നിളക്കൊരു ആക്സിഡന്റ് പറ്റി സിറ്റി ഹോസ്പിറ്റലാണ്. രക്ഷിക്കാൻ പറ്റില്ല. ഇവിടുന്ന് കൊണ്ടുപോകാനാ പറയുന്നേ. എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഇവിടെ തന്നെ ചെലവായി. അവളെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നരേട്ട. എനിക്ക് എൻ്റെ മോളെ വേണം. കൊണ്ടുപോയതൊക്കെ തിരികെ കൊണ്ടുവന്ന് എൻ്റെ മോളെ രക്ഷിക്കും നരേട്ട. നീരജ പൊട്ടിക്കരഞ്ഞു. നിലയുടെ ആക്സിഡന്റ് ഭാഗത്ത് നരേന്ദ്രൻ്റെ നെഞ്ചിലൊരു ഭാരമുണ്ടാക്കിയെങ്കിലും നീരജയുടെ ആവശ്യം കേട്ടപ്പോൾ അത് പിന്നെ ആശങ്കയായി. നീരു, അത് ഞാൻ വിറ്റു. അയാൾ മടിയോടെ പറഞ്ഞു. വിറ്റ കാശ് കൊടുത്ത് വാ നരേട്ട. സമയം ഒട്ടുമില്ല. എനിക്കെൻ്റെ മോളെ വേണം നരേട്ട. നീരജ പൊട്ടി പൊട്ടി കരഞ്ഞു. നരേന്ദ്രൻ്റെ നെഞ്ചിലൊരു കരിങ്കല്ല് എടുത്തു വെച്ചതുപോലൊരു ഭാരം അയാൾ അറിഞ്ഞു. സ്വന്തം നിലനിൽപ്പ് നോക്കണോ അതോ മകളുടെ ജീവൻ രക്ഷിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു നരേന്ദ്രൻ. നരേട്ട, ഹലോ. കരഞ്ഞുകൊണ്ടുള്ള നീരജയുടെ സ്വരം നരേന്ദ്രൻ്റെ കാതിൽ പതിഞ്ഞു. നീരു, ഞാനത് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കരുതി വെച്ചേക്കുവാ. അയാൾ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നമ്മുടെ മോള നരേട്ട ഇവിടെ മരിക്കാൻ കിടക്കുന്നത്. അവളെയൊക്കെ വലുതാണോ നിങ്ങൾക്ക് കേസ്? നീരജ ക്രോധത്തോടെ ചോദിച്ചു. അല്ല അല്ല നീരു, എനിക്ക് നമ്മുടെ മോൾ തന്നെയാ വലുത്. പക്ഷേ ആ മാഹി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒന്ന് ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. ഈ ക്യാഷ് സ്വരൂപിക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ നീരു. നാളെ ആ മാഹിക്ക് ക്യാഷ് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ. നാളെ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഈ ജന്മം മുഴുവൻ ഒളിവിൽ കഴിയേണ്ടി വരും. നരേന്ദ്രൻ തൻ്റെ നിസ്സഹായാവസ്ഥ നീരജയ്ക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുത്തു. മകളെ നരേന്ദ്രന് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ നീരജ അയാളുടെ ജീവനാണ്. നീരജയെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും അയാൾ ചെയ്യില്ല. തനിക്കൊരാപത്ത് വന്നപ്പോൾ സഹായിക്കാതിരുന്നവളാണ്. കയ്യിലുണ്ടായിരുന്നത് അടക്കി പിടിക്കാൻ ശ്രമിച്ചവളാണ്. ആ അവളെ ഉള്ള കാശ് കൊടുത്ത് രക്ഷപ്പെടുത്തിയാലും അവൾ തനിക്ക് ഉപകരിക്കില്ലെന്നൊരു ന്യായവും അന്നേരം കൊണ്ട് അയാൾ സ്വയം കണ്ടെത്തി. ഇന്നവളെ രക്ഷിച്ചാൽ പിന്നെ ഈ കേസ് അങ്ങനെ കിടക്കും. ജീവനോടെ തിരികെ വന്നാൽ അവൾക്ക് വേണ്ടി ചിലവാക്കിയതൊക്കെ അവൾ തിരികെ തരുമെന്ന് വിശ്വാസവും നരേന്ദ്രനില്ല. ഉടനെ ഒന്നും നീരജയുടെ അടുത്തേക്ക് അയാൾക്ക് വരാനും സാധിക്കില്ല. അതിനിടയിൽ നീരജയുടെ മനസ്സൊന്ന് ചാഞ്ചാടിയ മഹി നീരജ സംഗമം കാണേണ്ടി വരുമോ എന്ന് അയാൾ ഭയക്കുന്നുണ്ട്. അപ്പോ നിളം മരിച്ചോട്ടെ എന്നാണോ? വിരുമ്പിക്കൊണ്ടുള്ള നീരജയുടെ ചോദ്യത്തെ നരേന്ദ്രൻ മൗനം കൊണ്ട് നേരിട്ടു. നിളയെ നരേന്ദ്രൻ ജീവനാണ്. അവളെ അയാൾ കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്ന നീരജ ഒരു മറുപടിക്കായി കാതോർത്തു നിന്നു. എന്നാൽ നിമിഷങ്ങൾക്കുപ്പുറം നരേന്ദ്രൻ ആ കോള് കട്ടാക്കി പോയപ്പോൾ നീരജ തകർന്നു പോയി. നരേന്ദ്രൻ നിളയെ രക്ഷിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം വെറുതെ ആയിരുന്നെന്ന തിരിച്ചറിവിൽ അവർ തേങ്ങി കരഞ്ഞുപോയി. നിളയുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷേ ATM പിൻ നമ്പർ അവർക്ക് അറിയുകയില്ല. അവളുടെ ഒപ്പില്ലാതെ പണം പിൻവലിക്കാനും പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീരജയുടെ ശരീരം തളരുന്നുണ്ടായിരുന്നു. ആരെ വിളിക്കും? ആരോട് പണം ചോദിക്കും? അല്ലെങ്കിൽ തന്നെ ആര് തന്നെ സഹായിക്കും? നീരജയ്ക്ക് ഓർക്കും തോറും ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ അതേ ഇരിപ്പിരുന്നവർ നേരവും വിളിപ്പിച്ചു. എനിക്കവളെ കാണണമെന്ന് പറഞ്ഞില്ലേ? എനിക്കെൻ്റെ മീരയെ കാണണം. ഇപ്പം തന്നെ കാണണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മാറങ്ങോട്ട്. ഞാൻ പോയി കണ്ടോളാം അവളെ. എൻ്റെ ഭാര്യയെ കാണാൻ എനിക്കാരുടെയും മോശാരം വേണ്ട. പറഞ്ഞ് ക്ഷമ നശിച്ചപ്പോൾ ഹരി പൊട്ടിത്തെറിച്ചു. നന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെറ്റിക്ക് കയ്യൂന്നിരിക്കുകയാണ്. ഡോറ് തുറക്ക്, എനിക്ക് പോണം. നന്ദൻ ലോക്ക് ചെയ്ത് വെച്ച റൂമിൻ്റെ ഡോറിലേക്ക് വിരൽ ചൂണ്ടി ആര് പല്ലി കടിച്ചു. പോയിട്ട് എന്ത് ചെയ്യും? അവളെ പിടിച്ചുകൊണ്ട് വരൂ. എടാ, നീ ആ വീട്ടിലേക്ക് കാല് കുത്തിയ അപ്പാ മഹി നിന്റെ കാല് വെട്ടും. കാലാണോ തലയാണോ വെട്ടുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് നീ ഒന്ന് ചുമ്മാതിരിക്കേ. നന്ദനൻ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പറ്റില്ല, ഞാൻ കാണാൻ പോകുന്നത് എൻ്റെ ഭാര്യയല്ലേ. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും.
അത് തീർക്കാനും ഞങ്ങൾക്കറിയാം. അതിനിടയിൽ ഇയാൾക്ക് എന്ത് കാര്യം? അവൻ ശോഭത്തോടെ പറഞ്ഞു. നീ ഇത് എന്ത് ഭാവിച്ച ഹരി? ഏതെങ്കിലും ഒരച്ഛൻ ക്ഷമിക്കുന്നതൊക്കെയാണോ നീ അയാളുടെ മകളോട് ചെയ്ത് കൂട്ടിയത്? എന്നിട്ടിപ്പോൾ അയാളായോ കൂട്ടേക്കാരൻ? നാളെ നിന്റെ മകൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ ക്ഷമിക്കുവോ? അവൻ വന്ന് ഇതുപോലെ വേണമെന്ന് പറയുമ്പോൾ കൂടെ പറഞ്ഞു വിടുവോ? നന്ദൻ അരിശത്തോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഹരിയുടെ ശൗര്യമുഖം അങ്ങ് കുറഞ്ഞുപോയി. പിന്നീട് അവൻ പൊട്ടിക്കരഞ്ഞു. എനിക്കറിയില്ല അമ്മാവ, പറ്റിപ്പോയി. ഇനി എങ്ങനെ അതൊക്കെ ശരിയാക്കുന്നു എനിക്കറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പറ്റുന്നില്ല അമ്മാവ. അവളോടൊന്ന് സംസാരിക്കാവോ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാവോ? പറ്റിക്കാനല്ല, എനിക്കവളെ ശരിക്കും ഇഷ്ടം. ഇനി ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. മരിച്ചുപോയ എൻ്റെ അമ്മയാണ് സത്യം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വീങ്ങിപ്പൊട്ടി. അവൻ്റെ ചുണ്ടുകൾ വിരുമ്പി. അത് കേട്ടപ്പോൾ നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അയാൾ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ശിരസിൽ തലോടി. നീ സമാധാനിക്കാരി, ഞാൻ പോയി കാണാം, സംസാരിക്കാം, പോരെ? അവൻ്റെ മുഖം കൈക്കോളിലാക്കി നന്ദൻ ചോദിച്ചു. ഹരി നന്ദിയോടെ അയാളെ നോക്കി കൈകൾ കൂപ്പി. ആ കൈകൾ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് നന്ദൻ അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. തൻ്റേതല്ലാത്ത കാരണത്താൽ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയവനാണ്. ഇന്നവൻ ആത്മാർത്ഥമായ സ്നേഹം കൊതിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ അവന് സ്വന്തമെന്ന് പറയാൻ ഭാര്യയായ മീര മാത്രമേ ഉള്ളൂ. ആ ബന്ധത്തിന് അധികം ആയുസില്ല. കുടുംബ കോടതി വഴി ഡിവോഴ്സിൻ്റെ ഫോർമാലിറ്റീസ് കൂടി കഴിഞ്ഞാൽ ആ ബന്ധവും അവസാനിക്കും. അതിനു മുമ്പ് മീര ഹരിയെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഹരി തീർത്തും ഒരു അനാഥനായി മാറും. കേട്ടറിവ് വെച്ച് മീര ഒരു പാവമാണ്. തൻ്റെ സ്നേഹവും അവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ അവൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഹരിക്ക്. ആ പ്രതീക്ഷ നന്ദന് ഒട്ടുമില്ല. എങ്കിലും ഒരുവൻ്റെ കണ്ണുനീരിന് മുന്നിൽ സംസാരിക്കണമെന്ന് സമ്മതിക്കേണ്ടി വന്നു അയാൾക്ക്. ഇത്രയും കഷ്ടതകൾ ആ അനുഭവിച്ച കുട്ടിക്ക് മുന്നിൽ ഇനി ഏത് മുഖവുമായി കയറി ചെല്ലുമെന്നൊരു ആശങ്ക അയാൾക്കുണ്ട്. എന്നാൽ ഹരിയെ ഓർക്കുമ്പോൾ പോകാതിരിക്കാനും കഴിയുന്നില്ല. ഒടുവിൽ അയാൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ഹരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ അവിടുന്ന് ഇറങ്ങി. ഹലോ സാർ, സാറ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ഇപ്പം ഫ്രീ ആണെങ്കിൽ ഞാനങ്ങോട്ട് വരാം. ഓഫീസിലിരിക്കുമ്പോഴാണ് നരേന്ദ്രൻ്റെ വക്കീൽ മഹിയെ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഓഫീസിലാണ്, ഇങ്ങോട്ട് പോരെ? അലസമായി പറഞ്ഞുകൊണ്ട് മഹി ഫോണ് വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് കാണും വക്കീൽ പണവുമായി എത്തുമ്പോൾ. പണം ഒറിജിനലാണോ എന്ന് ഉറപ്പിച്ചിട്ടാണ് മഹി അത് കൈപ്പറ്റിയത്. സാർ ഒരു തവണ കോടതി വരെ ഒന്നും വരേണ്ടി വരും. അയാൾ ചെറിയൊരു ആശങ്കയോടെ പറഞ്ഞു. എന്നോ? അനിഷ്ടത്തോടെ മാഹി ചോദിച്ചു. ഇന്നല്ല, ഞാൻ സാറിനെ വിളിച്ചോളാം. ക്യാഷ് മുഴുവൻ ഉണ്ടോ എന്ന് നോക്കിയോ സാർ? വക്കീൽ വിനയത്തോടെ പറഞ്ഞു. അതൊക്കെ ഞാൻ എണ്ണി നോക്കിയിട്ടേ ഒപ്പിടൂ. അവനെനിക്ക് വിശ്വാസമില്ല. മാഹി പൂച്ചത്തോടെ പറഞ്ഞു. പിന്നെ നീണ്ടൊരു നോട്ടെണ്ണൽ വേള. മെഷീനിൻ്റെയും വിശ്വസ്തരായ സ്റ്റാഫുകളുടെയും സഹായത്തിൽ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി മാഹി തിരിച്ചു വന്ന് മുദ്രപേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. താങ്ക് യു സാർ, ഞാൻ സാറിനെ വിളിക്കാം. വക്കീൽ പോകാൻ തുനിഞ്ഞു. ഇവനെ പോലുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നെട്ടോട്ടാടാൻ എങ്ങനെ കഴിയുന്നതോ? അയാളുടെ ആത്മാർത്ഥതയും ഭവ്യതയും കണ്ട് മാഹി ചോദിച്ചു. അയാൾ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു. വഴറ്റി പിഴപ്പാകില്ല സാർ. എല്ലായ്പ്പോഴും ന്യായത്തിന് നീതിക്കൊപ്പം നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. വിളറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് നിങ്ങളുടെ മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ കുട്ടി മരുന്നിനോട് പ്രതികരിക്കാത്തോടത്തോളം വി ആർ ഹെൽപ്ലെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം. നിലയുടെ ജീവന് വേണ്ടി നേരം വെളുക്കുവോളം പ്രാർത്ഥിച്ചിട്ടും ഡോക്ടർമാർക്ക് പറയാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീരജയെ തളർത്തി. ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ട് പോയിട്ടാലും രക്ഷിക്കാനുള്ളൊരു മനസ്സ് നീരജയ്ക്കുണ്ട്. പക്ഷേ പണം അതൊരു പ്രശ്നമാണ്. തീരുമാനം നീരജയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഡോക്ടർ പോയപ്പോൾ നീരജ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരുക്കി. എത്ര കൊള്ളരുതാത്തവളോ ആയിക്കോട്ടെ, നൊന്ത് പ്രസവിച്ച മകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. ഒരു രാത്രി കൊണ്ട് പലരെയും വിളിച്ചു. നരേന്ദ്രൻ കേസിൽപ്പെട്ടതോട് ആർക്കും നീരജയോട് പഴയ അടുപ്പമില്ല. പക്ഷെ ആവശ്യം തൻ്റേതാണെന്ന് ഓർത്ത് ഓരോരുത്തരായി നീരജ വിളിച്ചു നോക്കി. പലർക്കും അതുവരെ ഇല്ലാത്ത ദാരിദ്ര്യം, ചിലർക്ക് ഇന്നലെ വരെ ഇല്ലായിരുന്ന അത്യാവശ്യങ്ങൾ. ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കാത്തവരങ്ങനെ. രവിയെ വിളിച്ചപ്പോൾ ഒരു 10,000 തരാൻ നേറ്റു. അവൻ്റെ തിരക്കുകൾക്കിടയിൽ രാവിലെ ഓടി വന്ന് അത് തന്നിട്ട് പോവുകയും ചെയ്തു. തൻ്റെ വീട്ടുകാരാണെങ്കിൽ സഹായിക്കാൻ പറ്റിയ ഗതിയിലുമല്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് സമാധാനമല്ലാതെ ഇരിക്കുമ്പോഴാണ് മീരയുടെ മുഖം മനസ്സിൽ വന്നത്. മീരയെ ഒത്തിരി ദ്രോഹിച്ചവളാണെന്നുള്ള ആ നിലക്ക് വേണ്ടി മീരയോട് എങ്ങനെ സഹായം ചോദിക്കുമെന്ന് അറിയാതെ മുഖം പൊത്തി കരഞ്ഞുപോയി നീരജ. കോളിംബെല്ലും മുഴങ്ങിയത് കേട്ട് ഈ നേരത്തെ ധാരാളെന്ന ചിന്തയിൽ മീനാക്ഷിയമ്മ പതിയെ വന്ന് ഡോറ് തുറന്നു.
മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ട് സംശയത്തിൽ മീനാക്ഷിയമ്മയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ആരാ? കണ്ടപാടവർ തിരക്കി. ഞാൻ ഡോക്ടർ നന്ദകിഷോർ. മീരയുടെ വീടല്ലേ? വീടതാണെന്ന് അറിയാമെങ്കിലും നന്ദൻ വെറുതെ ചോദിച്ചു. അതെ, എന്താ കാര്യം? മീനാക്ഷിയമ്മ തിരക്കി. എനിക്ക് മീരയെ ഒന്ന് കാണണമായിരുന്നു, ഒന്ന് വിളിക്കാമോ? അയാൾ വിനയത്തോടെ ചോദിച്ചു. അയ്യോ കുഞ്ഞെ, മീരമോൾ ഇവിടെ ഇല്ലല്ലോ, അവർ പറഞ്ഞു. ഇല്ലേ, എവിടെ പോയതാ? മോള് മഹിയുടെ കൂടെ അവരുടെ കമ്പനി പോയതാ, വരാൻ വൈകിട്ടാവും. എന്താ കാര്യം? മീനാക്ഷിയമ്മക്ക് കാര്യം അറിയാൻ ഒരു വെപ്രാളം. ഞാൻ നേരിട്ട് പോയി കണ്ടോളാമേ, അത് പറഞ്ഞ് നന്ദൻ അവിടുന്ന് പോയി. നന്ദൻ പോയത് കണ്ട് ഡോറടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആരോ ഗേറ്റ് കടന്ന് ഓടി വരുന്നത് മീനാക്ഷിയമ്മ കാണുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ വരുന്നത് നീരജയാണെന്ന് അവർക്ക് മനസ്സിലായത്. പുറം കൈ കൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഓടി വരികയാണ് നീരജ. ആ വരവ് കണ്ട് മീനാക്ഷിയമ്മയെ ഒന്ന് ഭയന്നു. അവർ വെപ്രാളത്തോടെ പുറത്തേക്ക് ഓടിയിറങ്ങി നീരജയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? വെപ്രാളത്തോടെ അവർ നീരജയോട് ചോദിച്ചു. മീരയെ ഒന്ന് വിളിക്കാവോ? ഇടറുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിധത്തിൽ നീരജ ചോദിച്ചു. മീരമോൾ ഓഫീസിൽ പോയിരിക്കുവാണല്ലോ മോളെ, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ വൃദ്ധ ആകുലതയോടെ തിരക്കി. ഓഫീസിലോ? ഏത് ഓഫീസിലാ? നീരജ ധൃതിയിൽ തിരക്കി. നിലയുടെ നില വീണ്ടും വഷളാവുകയുണ്ടായി. മറ്റെവിടെയെങ്കിലും മാറ്റണം എന്നാണ് ഡോക്ടർമാർക്ക് പറയാനുള്ളത്. ഏത് നിമിഷവും ഒരു മരണവാർത്ത പ്രതീക്ഷിക്കാമെന്ന് കൂട്ടി ഡോക്ടർ കൂട്ടിച്ചേർത്തപ്പോൾ നീരജയ്ക്ക് മരിച്ചാൽ മതിയെന്നായി. മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കൾ ആയുസ്സെത്താതെ മരിക്കുന്നതിനേക്കാൾ വലിയ വേദനയില്ല, അതവർക്ക് എത്ര കൊള്ളരുതാത്തവളായാലും. ഡോക്ടർ പറഞ്ഞത് കേട്ട് നിലയുടെ മരണവും കാത്തു നിൽക്കാൻ നീരജ തയ്യാറല്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ട് ചെന്നിട്ടായാലും അവൾ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയെ ഇപ്പം നീരജയ്ക്കുള്ളൂ. മീരയെ സഹായത്തിന് വിളിക്കേണ്ടെന്ന് തന്നെയാണ് നീരജ കരുതിയത്. പക്ഷേ സാഹചര്യം അവരെ അതിനനുവദിക്കുന്നില്ല. ഈ അവസ്ഥയിൽ സഹായം ചോദിച്ചു ചെല്ലാൻ മറ്റാരുമില്ല. ശരിയും തെറ്റും നോക്കി നിന്നാൽ അത് നിലയുടെ ജീവനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഭയത്തിലാണ് മറ്റെല്ലാം മറന്ന് നീരജ ഇന്ന് ആ പടി കടന്ന് ചെന്നത്. മാഹിയുടെ ഓഫീസിൽ മീരമോളിപ്പോൾ അവിടെയാ, അവിടെ ചെന്നാൽ കാണാൻ പറ്റും. മീനാക്ഷിയമ്മ പറഞ്ഞു തീരും മുന്നേ നീരജ തിരിഞ്ഞോടിയിരുന്നു. പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു നീരജ. അവർ ഓട്ടോയിലാണ് വന്നതെന്ന് ഓർത്തുകൊണ്ട് മീനാക്ഷിയമ്മ വീടിനുള്ളിലേക്ക് കയറി. അപ്പം തന്നെ ഫോണെടുത്ത് മഹിയെ വിളിച്ചു. എന്തോ കാര്യമായ മീറ്റിങ്ങിലായിരുന്ന മഹിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെയും പലതവണ മീനാക്ഷിയമ്മ മകനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തിരക്ക് കാരണം മഹി അറ്റൻഡ് ചെയ്തില്ല. മീരയെ വിളിക്കാമെന്ന് വെച്ചാൽ അവളുടെ ആ നമ്പർ ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല. നീരജയുടെ വരവും ആ കണ്ണുനീരും വെപ്രാളവും ഒക്കെ ഓർത്ത് കാരണം എന്താണെന്ന് അറിയാതെ അവർ ആശങ്കപ്പെട്ടു. മീര ഓഫീസിലൊരു എംപ്ലോയി ആയിരുന്നുവെങ്കിലും മഹിയുടെ മകളാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് മകളായ മീരയെ എംപ്ലോയീസിന് മുന്നിൽ പരിചയപ്പെടുത്താനും ഇനി കമ്പനിയിലെല്ലാം അവളാണെന്ന് പറയാതെ പറഞ്ഞു. അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും സഹായങ്ങൾ ചെയ്യാനും സീനിയർ എംപ്ലോയീസിനെ മഹി ചുമതലപ്പെടുത്തി. അവളെല്ലാം പഠിച്ചു വരട്ടെ എന്നാണ് മഹിയുടെ അഭിപ്രായം. ചുമതലകൾ ഏൽപ്പിക്കും മുന്നേ കമ്പനിയെക്കുറിച്ച് എല്ലാം അവൾ അറിഞ്ഞിരിക്കണമെന്നൊരു നിർബന്ധം മഹിക്കുണ്ട്. അങ്ങനെ പരിചയപ്പെടലും മറ്റുമായി സമയം കടന്നുപോയി. മീരക്കായി ഒരുക്കിയ ക്യാബിനിലേക്ക് മഹി തന്നെ അവളെ ഇരുത്തി. മീരക്കെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. ജീവിതം അവസാനിച്ചെന്ന് തന്നെ കരുതിയതാണ്. അവിടെ നിന്നാണ് ഈശ്വരൻ കൈപിടിച്ച് ഉയർത്തിയത്. ഈ കിട്ടിയ സൗഭാഗ്യങ്ങളെക്കാൾ വലുതാണ് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി തിരികെ കിട്ടിയ അച്ഛനെ. തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നിന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ കാരണമാണ്. ഒന്നുമല്ലാതാക്കി തീർക്കാൻ നോക്കിയവരുടെ മുന്നിൽ വലിയൊരു കമ്പനിയുടെ അതിഥിയായി ദൈവം അവളെ കൊണ്ട് വന്നെത്തിച്ചു. ആ സന്തോഷം അവളുടെ മുഖത്ത് കാണാനുണ്ട്. ആ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞാണ് മഹി സ്വന്തം ക്യാബിനിലേക്ക് പോയത്. ചെയറിൽ വന്നിരുന്ന ശേഷം ആദ്യം നോക്കിയത് ഫോണായിരുന്നു. നോക്കുമ്പോൾ അമ്മയുടെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അത്രയധികം മിസ്ഡ് കോൾ ആദ്യമായി കണ്ടതുകൊണ്ട് മഹി പകച്ചു പോയിരുന്നു. കാരണം ഇങ്ങനെ ആദ്യമായാണ്. മീനാക്ഷിയമ്മ വീട്ടിൽ ഒറ്റക്കാണെന്നും എന്തെങ്കിലും അത്യാഗതി സംഭവിച്ചോ എന്നും മഹി ഭയന്നു പോയി. ഉടനെ തന്നെ മഹി തിരിച്ചു വിളിച്ചു. മീനാക്ഷിയമ്മ കോൾ അറ്റൻഡ് ചെയ്യാൻ വൈകും തോറും മഹിയുടെ നെഞ്ചിടിപ്പ് കയറി. ഹലോ മഹി. മഹിയുടെ നെഞ്ചിൽ ആശ്വാസം പകർന്നുകൊണ്ട് മീനാക്ഷിയമ്മയുടെ സ്വരം അയാളുടെ കാതിൽ പതിഞ്ഞു. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മഹി ആദ്യം ചോദിച്ചത് അതായിരുന്നു. എനിക്കെന്ത് കുഴപ്പം? ഒരു മറുചോദ്യമാണ് മീനാക്ഷിയമ്മയിൽ നിന്നുണ്ടായത്. ഇത്രയും കോള് കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. അമ്മ എന്തിനാ വിളിച്ചേ? മഹി തിരക്കി. അത് കുറച്ച് മുന്നേ ഒരു ഡോക്ടർ മീരമോളെ തിരക്കി വന്നിരുന്നു. അയാളുടെ മോള് ഓഫീസിലാണെന്നും പറഞ്ഞു വിട്ട് ഞാൻ അകത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ നീരജ് ഓടിക്കറിച്ച് കരഞ്ഞോണ്ട് വരുന്നത് കണ്ടു.
എന്ന് തുടങ്ങി കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു കൊടുത്തു മീനാക്ഷിയമ്മ. എന്തിനാ വന്നേന്ന് മറ്റോ പറഞ്ഞോ? മാഹി ചോദിച്ചു. ഇല്ലടാ, അതൊന്നും പറഞ്ഞില്ല. വെപ്രാളത്തിൽ വന്നിട്ട് മീരയില്ലെന്ന് അറിഞ്ഞപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു പോയി. അവളുടെ കരച്ചിൽ കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ട്. അതാ ഞാൻ നിന്നെ വിളിച്ചത്, മീനാക്ഷിയമ്മ പറഞ്ഞു. അവിടുന്ന് പോന്നിട്ട് ഒത്തിരി നേരമായോ? മാഹിക്കും മീനാക്ഷിയമ്മക്കുള്ള അതേ ആശങ്ക. ഇപ്പം എത്താനായിട്ടുണ്ടാവും, മീനാക്ഷിയമ്മ പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാമേ, അമ്മ വെച്ചോ, ഞാൻ വിളിക്കാം. ധൃതിയിൽ ആ ഫോണ് കട്ടാക്കി ഫോണും പേഴ്സും കീയും എടുത്ത് മാഹി ധൃതിയിൽ പുറത്തേക്ക് ഓടി. പാർക്കിങ്ങിൽ പോയി കാറും എടുത്ത് ഹൈസ്പീഡിൽ പറപ്പിച്ചു. എന്നാൽ ഗേറ്റിനരികിൽ എത്തിയപ്പോൾ തന്നെ മാഹി കണ്ടു ഓട്ടോയിൽ വന്നിറങ്ങുന്ന നീരജയെ.